വിഷയം റമളാനിൻ്റെ ആത്മാവ് എന്നതാണ്. റമളാനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ആയത്തിൽ അതിൻ്റെ പര്യാവസാനം ലക്ഷ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ അറിയിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവസാനിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സുപരിചിതമായ, പഠിക്കാതെ കേട്ട് മനഃപ്പാഠമായ ഒരായത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആ തത്തഖൂൻ അതന്നെയാണ് ആത്മാവ്. ആത്മാവിൻ്റെ അഭാവത്തിലുള്ളത് യാന്ത്രികമായ ശരീരത്തിൻ്റെ ചേഷ്ടകൾ മാത്രമായിരിക്കും. അത് ഏത് സാധനം അങ്ങനെയാണ്. വണ്ടി ഓടണമെങ്കിൽ പഞ്ചറായ ടയർ കൊണ്ട് നടക്കില്ല. ഒരു റീഫില്ലർ കൊണ്ട് എഴുതണമെങ്കിൽ അതിൽ പേന ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ നല്ല ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങി കഴിക്കാൻ കൊണ്ടുപോയി ഉള്ളു പൊളിച്ച സമയത്ത് ഒന്നുമില്ല, കാമ്പില്ലാത്ത പൊള്ളയാണെങ്കിലുള്ള അവസ്ഥ എന്തിച്ച് നോക്കൂ. ഇപ്പോൾ ഇറങ്ങുന്ന വലിയ മുളക് പോലെ ആയിരിക്കും ഉള്ളിലൊന്നുമില്ലാത്ത. അതിന് അജ്വഫ് എന്നാണ് പറയാം. ഇങ്ങനെ നോമ്പ് അജ്വഫായാൽ കേവലമായ കളിക്കോപ്പുകൾ പോലെ ആയിരിക്കും. അതുകൊണ്ട് കുട്ടികളിങ്ങനെ കളിക്കാമെന്നുള്ളതല്ല. എന്നപോലെ ഞാൻ നോമ്പുകാരനാണെന്നുള്ളത് ഇങ്ങനെ ആളടിയിൽ പറഞ്ഞ് നടക്കുക. ജനവീക്ഷണത്തിൽ നോമ്പുകാരൻ, പദപ്രയോഗത്തിൽ നോമ്പുകാരൻ. പക്ഷേ ആത്മാവില്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തിയാൽ അത് ശൂന്യമായിരിക്കും. ഇത് വലിയ അപകടമാണ്. ഒരു വലിയ വിഭാഗം ഈ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. റുബസായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് ഭാഗികമായിട്ട് നോമ്പ് പറ്റാൻ വരാം. മനുഷ്യൻ മുഴുവൻ നോമ്പ് നോക്കണം. അങ്ങനെയാണ് മുഴുവനും അവൻ്റെ അതാണ് മഹാന്മാരുടെ നോമ്പന്നെ എന്താ, അമ്മാസി വലനെ തൊട്ട് ഹൃദയം പുറത്താക്കുന്നുള്ളതാണ്. ഈ നോമ്പൊക്കെ നെഞ്ചിൻ്റെ താഴെയാണ് പള്ള. പക്ഷേ ഈ പള്ളക്കുള്ള പട്ടിണിയിൽ നിന്ന് ഊർജ്ജം കിട്ടണത് നെഞ്ചിലേക്കാണ്. ബാഹ്യമായ നോമ്പാണെങ്കിൽ നെഞ്ചിലേക്ക് ഊർജ്ജം കിട്ടൂല, ഹാർട്ടിലേക്ക് കിട്ടും. ഹാർട്ട് എന്ന് പറഞ്ഞാൽ അത് പട്ടിക്കുണ്ട്, കുരങ്ങിനുണ്ട്. നിങ്ങളെ വയനാട്ടിൽ കയറുമ്പോൾ ഒരുപാട് കുരങ്ങുകളാണ്. നോമ്പുകൊണ്ട് ബാഹ്യതലത്തിൽ ഉപകാരം കിട്ടുന്ന ഹാർട്ട് കുരങ്ങിനുണ്ട്. ആ ഹാർട്ടല്ല വൽ കൽബു യുത്തുലക്കുലി മാനേനി. രണ്ട് അർത്ഥത്തിൽ കൽബ് ഉപയോഗിക്കുവാണ്. ഇമാം ഗസാലി തങ്ങൾ ഇഹയിൽ പറഞ്ഞിട്ടുണ്ട്. അൽ അവലു ലഹമും മഖ്സൂസും, ഒരു പ്രത്യേക ഐറ്റം, ഒരു 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 മാംസകഷ്ണമാണ്. ഫി ജാനിബിൽ ഐസർ മിൻ ഇൻസാനി, മനുഷ്യൻ്റെ ഇടതുഭാഗത്തുള്ളതാണ്. ഹാദൽ കൽബ് മൗജൂദുൽ ബഹായ്മി, അത് മൃഗങ്ങൾക്കുള്ള കൽബാണ്. ബൽഹു മൗജൂദുൽ മയ്യത്തി, ആ മയ്യത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്താലും ഇക്കൽബ് കാണും. ഇതല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൽബ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന കൽബ് അത് മറ്റൊരു രഹസ്യമാണ്. ലത്തീഫിയത്തും റബ്ബാനിയത്തും, റബ്ബാനിയായ രഹസ്യമാണ്. നോമ്പിൻ്റെ ഊർജ്ജം കിട്ടേണ്ടത് ഈ റബ്ബാനിയായ രഹസ്യത്തിലേക്കാണ്. ഡോക്ടർ പരിശോധിച്ചാൽ കാണുന്ന അല്ലെങ്കിൽ ECGയിൽ പതിയുന്ന ചെസ്റ്റിലേക്കല്ല. അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചെസ്റ്റല്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്ന അത്ഭുതകരമായ റബ്ബാനിയായ രഹസ്യമായ ഒരു പ്രതിഭാസമുണ്ട്. നോമ്പിൽ നിന്ന് വെളിച്ചം കിട്ടേണ്ടത് ആ പ്രതിഭാസത്തിലേക്കാണ്. നോമ്പിൽ നിന്ന് ഊർജ്ജം കിട്ടേണ്ടത് ആ പ്രതിഭാസത്തിലേക്കാണ്. അപ്പോഴേ ആത്മാവുണ്ടാവുള്ളൂ. ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് സത്യത്തിൽ നോമ്പ് കാലത്ത് മനുഷ്യൻ നന്നാവാനല്ല, നോമ്പിന് ശേഷം നന്നാവാനാണ്. ഞാൻ ഏതൊരു പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഓർക്കുന്നുണ്ട്. നോമ്പ് കാലത്ത് തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമേ അല്ല. നോമ്പ് കാലത്ത് തെറ്റ് ചെയ്യലാണ് ലോകത്തെ മഹാത്ഭുതം. വിശ്വാസികളുടെ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം നോമ്പ് കാലത്ത് തെറ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം എന്താ, തെറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല, സൗകര്യമില്ല, എന്നിട്ടും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇവൻ വിശ്വാസികളിൽ ഇത്തിക്കണ്ണിയാണ്. മരങ്ങളിൽ ഉണ്ടാകാറുണ്ട്, ഇത്തിക്കണ്ണി ഉണ്ടാകാറുണ്ട്. നമ്മൾ മരത്തിനൊക്കെ വെട്ടിക്കൊണ്ടുപോകുമ്പോൾ ആദ്യം ആ വള്ളി എടുത്ത് ഒഴിവാക്കിയിട്ടാണ്. എന്നപോലെ ഇവൻ വിശ്വാസികളുടെ ലോകത്ത് സത്യത്തിൽ പേരുകൊണ്ട് അറിയപ്പെടുന്ന ഒരു പാമ്പിൻ്റെ വള പോലത്തെ ഒരു സാധനം. അത് പാമ്പല്ല, ഇത് ഓലപ്പാമ്പിൻ്റെ കളിയാണ് ഈ നോമ്പ്. അപ്പോൾ അതുകൊണ്ട് നോമ്പ് കാലത്ത് മറ്റൊരു ഉപകാരമുണ്ട്. യഥാർത്ഥ വിശ്വാസി ആരാണ്, യഥാർത്ഥ വിശ്വാസി ആരല്ല എന്ന് കൃത്യമായിട്ട് ഓരോ ആളുകൾക്കും അളന്നു മുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന, അനുഭവബോധ്യമാകുന്ന ഒരു വേളയാണ് വ്രതവേള. എന്തുകൊണ്ട്? നോമ്പ് കാലത്ത് തെറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ, ഒരു വേള തെറ്റ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലായിക്കോളി, ഇത് പറ്റ തകർന്നിട്ടുണ്ട് എന്നാണ്. സൂചിപ്പഞ്ചറാണെങ്കിൽ വണ്ടി ഓടും, പറ്റ പഞ്ചറായി ഒക്കെ തകർന്നാൽ ഓടാൻ കഴിയില്ല. ഇവൻ സൂചിപ്പഞ്ചറിൻ്റെ ആളല്ല, ഈമാൻ്റെ അസിൽ പോലും ഇളകിപ്പോയ ആളാണ്. ഇനി പിന്നെ 30 ദിവസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ചില വണ്ടികളൊക്കെ നമ്മൾ ആക്സിഡൻ്റ് ആയാൽ ചിലപ്പോൾ 6 മാസം പണിയെടുത്താൽ പിന്നൊന്ന് പുറത്തേക്ക് ഇറക്കിയാലൊക്കെ ശരിയാവും. എന്നപോലെ മനുഷ്യ ശരീരം ഒരു വണ്ടിയാണ്. അയ്യാമും മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അത് ഇവരും കൂടി പരിഗണിച്ചിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 30 ദിവസം വേണ്ടല്ലോ. 30 ദിവസത്തിൻ്റെ ബാക്കിൽ വേറെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. കാരണം അല്ലാങ്കിൽ 1ന് 10 അപ്പോൾ 10 ഗുണം 30 സമം 300 പിന്നെ ഷവ്വാലിൽ 6 കൂടി കൂട്ടിയെടുത്താൽ 360. അപ്പോൾ ഒരു കൊല്ലം.
അപ്പോൾ റമദാൻ മാസം നോമ്പൊറ്റാൽ സത്യത്തിൽ അതിൻ്റെ ഊർജ്ജം കൊണ്ട് ഒരു കൊല്ലം മൊത്തം നോമ്പൊറ്റ കൂലിയാണ് ആഖിറത്തിൽ കിട്ടാൻ പോകുന്നത്. അക്ക റൂഹുള്ള നോമ്പാണെങ്കിൽ. പട്ടിണിയാണെങ്കിലോ റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ അലൈക്കും എന്നതിൻ്റെ പൂർണ്ണഭാഗം പഠിച്ചുകൊണ്ട് ഈ അലൈക്കും എന്നതിൽ ഉൾപ്പെട്ട നാം എന്ന് പറയുന്ന രണ്ട് ഭാഗം, ഒന്ന് ശരീരം മറ്റൊന്ന് ആത്മാവ്, ഇത് രണ്ടിനും സ്വാധീനം ചെലുത്തുന്ന പട്ടിണിയായിരിക്കണം നമ്മുടെ പട്ടിണി. അപ്പോഴേ ഉപവാസമാവുള്ളൂ. ഉപവാസം എന്ന് പറഞ്ഞാൽ വാസം, ഗ്രഹവാസം, ജയിൽവാസം എന്നൊക്കെ പറയുമ്പോൾ വാസം. എന്നാൽ ഉപവാസം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ വസിക്കാനുള്ളൊരു വസീലയാണ് സൗമ്. അതുകൊണ്ടാണ് അസൗമു ലി വാന ജിസി ബിഹി എന്ന് പറഞ്ഞത്. അസൗമു എല്ലാം അള്ളാഹ്ക്കാണ്. അപ്പോൾ ഒരുപാട് കളിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഇബനാണ് കളിക്കാരെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4-5 മക്കളെ ചൂണ്ടിയിട്ട് വാപ്പ ഇബൻ്റെ മോനാന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്നേപോലെ അമലുടെ കൂട്ടത്തിൽ നന്നാത്തല നോമ്പിനെ നുള്ളിയെടുത്തിട്ട് നോമ്പിനിക്കുള്ളതാണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകതയാണത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. സാധാരണ എല്ലാവർക്കും അറിയുന്നൊരു കാരണമുണ്ട്. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ മണത്ത അറിയുന്നതല്ല, തൊട്ട അറിയുന്നതല്ല, കേട്ട അറിയുന്നതല്ല. അത് അള്ളാഹുവിൻ്റെ അവൻ്റെ ഇടയിലുള്ളൊരു സ്വകാര്യം മാത്രമാണ്. അത് പരക്കെ അറിയപ്പെടുന്നൊരു വ്യാഖ്യാനമാണ്. പക്ഷെ അതിന് പുറമെ മനുഷ്യനെ നന്നാക്കാൻ നോമ്പിനുള്ള പ്രത്യേകത അതിൽ സൂചന ഉണ്ട്. പിന്നെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. നമ്മൾ ആരുടെ പ്രതിനിധിയാണോ ആ പ്രാതിനിധ്യം ആർക്ക് വേണ്ടിയാണോ അവരുടെ സ്വഭാവം നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹ്ക്ക് തീറ്റയില്ല കുടിയില്ല എന്നുള്ളതാണ്. നമ്മൾ ബാഹ്യതലത്തിൽ അതിനനുകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകണമെന്നല്ല, അള്ളാഹുവിൻ്റെ ആ വസ്ഫ് ബാഹ്യതലത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. തീറ്റയില്ല കുടിയില്ല. ഫസോമുലി, നോമ്പ് എൻ്റെ പരിപാടിയാണ്, എൻ്റെ മലക്കുകളുടെ പരിപാടിയാണ്. കാരണം മലക്കുകൾക്ക് തീറ്റയില്ല കുടിയില്ല. അപ്പോൾ ഈ മലക്കുകളെയും അള്ളാഹിനെ അനുകരിക്കുമ്പോൾ പെട്ടെന്ന് മനുഷ്യൻ്റെ പ്രകൃതിയിൽ അള്ളാഹു താല സന്നിവേശിപ്പിച്ചിട്ടുള്ള അൽ ഖുവത്തുൽ മലക്കിയ പെട്ടെന്ന് വികസിക്കും, പരിപോഷിപ്പിക്കാം, അത് പ്രകാശിപ്പിക്കാൻ കഴിയും. അപ്പോൾ ലക്ഷ്യത്തിലെത്തും. അപ്പോൾ ആത്മാവുള്ള നോമ്പായി തീരും. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. കേവലം പട്ടിണിയാണെങ്കിൽ റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സയാമിഹി ഇല്ലൽ ജൂ. നമ്മൾ സാധാരണ നോമ്പറക്കാനുള്ള സാധനം വാങ്ങാൻ ഇപ്പോഴല്ലേ ലോക്ക്ഡൗൺ ഇല്ലാത്ത സമയത്ത് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ബത്തൊക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ കയറും. 1 കിലോ ബത്തൊക്കെ വാങ്ങും. നേരെ മറിച്ച് അതേ കടൻ്റെ അപ്പുറത്തുണ്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ ബത്തക്ക, പ്ലാസ്റ്റിക്കിൻ്റെ മാങ്ങ, പ്ലാസ്റ്റിക്കിൻ്റെ ആപ്പിള്, പ്ലാസ്റ്റിക്കിൻ്റെ മുന്തിരി. ആരും ജ്യൂസ് അടിക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ മുന്തിരി വാങ്ങാറില്ല. പേരിന് 2 മുന്തിരിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ മുന്തിരി വിൽക്കുന്ന കടയിൽ പോയിട്ട് ഈ മുന്തിരിക്ക് എന്താ വില എന്ന് ചോദിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ബസ് വിൽക്കുന്ന കടയിൽ പോയിട്ട് ഈ ബസ്സിന് എന്താ വില എന്ന് ചോദിക്കുക. രണ്ടും പേരിന് ബസ്സാണ്. പക്ഷെ ഒന്നിൽ യാത്ര ചെയ്യുക, മറ്റൊന്ന് വെറുതെ കളിപ്പിക്കുക. എന്നപോലെ രണ്ടും പേരിന് നോമ്പാണ്. പക്ഷെ ഒന്നിൽ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുക, മറ്റേത് പേരിൽ അതപ്പതിക്കും. റൂഹില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഡവൽക്കരിക്കപ്പെട്ട യാന്ത്രിക ലോകത്തെ ശാരീരിക ചേഷ്ടകളിൽ നിന്ന് നമ്മുടെ അമലുകളെ രക്ഷപ്പെടുത്തിയിട്ട് സ്വർഗമാകുന്ന, അതെ റബ്ബിൻ്റെ ലിഖാ ആകുന്ന അതിൻ്റെ മാധ്യമമായ സ്വർഗത്തിൽ അവിടെയുള്ള കൊട്ടാരങ്ങളിൽ അത് തന്നെ റയ്യാൻ ബാബിലൂടെ പോയി സുഖസന്തോഷവാസം അനുഭവിക്കുന്ന തരത്തിൽ സ്വായമീങ്ങളാകുന്ന വിഭാഗത്തിൽ നമ്മളൊക്കെ പെടുത്തട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ ലക്ഷ്യം ആഴത്തിൽ മനസ്സിലാക്കി അതിൻ്റെ സാക്ഷാത്കാരത്തിന് ഒതുങ്ങുന്ന അദബുകൾ സ്വീകരിച്ചൊരു കർമ്മമായിരിക്കണം നമ്മുടെ കർമ്മം. സത്യത്തിൽ നോമ്പിൻ്റെ ലക്ഷ്യം തഖ്വയാണ്. തഖ്വയുടെ ഉത്ഭവം കൽബാണ്. അപ്പോൾ കൽബാണ് നമ്മൾ വൃത്തിയാക്കേണ്ടത്. ഇപ്പോൾ കൊറോണ വന്നിട്ട് എത്ര പ്രാവശ്യം നമ്മൾ മുൻകൈ കഴുകി, പക്ഷേ റമദാൻ വന്നിട്ട് കൽബ് കഴുകിയോ? വല്ലാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കൊറോണ ബാധിക്കുന്നത് ജിസ്മിനാണ്. പക്ഷേ രോഗാണു ജിസ്മിന് മാത്രമല്ല, പരമപ്രധാനം ആന്തരിക ഭാഗത്ത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന അത്ഭുത പ്രതിഭാസമേതോ അവിടെ ബാധിക്കുന്ന കൊറോണ ഉണ്ട്. അതാണ് നമ്മെ തകർക്കുന്നത്. ശരീരത്തിൽ ബാധിക്കുന്ന കൊറോണ, അതുകൊണ്ട് മരിച്ചാൽ തന്നെ ഈമാൻ ഉണ്ടെങ്കിൽ അവന് രക്തസാക്ഷിൻ്റെ കൂലി കിട്ടും, രക്തസാക്ഷി കൂലി കിട്ടും. നേരെ മറിച്ച് ഹൃദയത്തിന് ബാധിക്കുന്ന കൊറോണയിൽ മരിച്ചാൽ രക്തസാക്ഷിയുടെ കൂലയില്ല, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വറകൊള്ളിയായിട്ട് മാറും. അതുകൊണ്ട് റമദാനിൽ നമ്മളിപ്പോൾ ഈ കൊറോണ കാലത്ത് ജാഗ്രത എന്നോണം ഒരുപാട് തവണ കൈയ്യഴുകുന്ന ആളുകളുണ്ട്. ഒതു കൊടുക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും പിന്നെയും കൈയ്യഴുകുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടത് റമദാൻ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കൽബ് കഴുകിയോ തൗബൻ്റെ കണ്ണീരുകൊണ്ട് എന്നാണ്. ഇല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയില്ല. കാരണം ലക്ഷ്യം തഖ്വയാണ്. തഖ്വയുടെ ഉത്ഭവം ഹൃദയത്തിലാണ്. ഹൃദയം പാറയായാൽ പാറയിൽ ഒരിക്കലും തന്നെ വേര് ഉണ്ടാവില്ല. തഖ്വയുടെ വേര് കൽബാണ്. പാറപ്പുറത്ത് വേര് ചെടിയാവില്ല, ചെടി മരമാവില്ല, മരത്തുമ്പോൾ പഴങ്ങൾ കായ്ക്കില്ല. അത് നമ്മുടെ നോമ്പ് ലക്ഷ്യത്തിലായോ എന്ന് നാം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പുനഃപരിശോധന നടത്തി. ഇല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് വളരെ സ്പീഡിലായിട്ട് വേണ്ട ആദാബുകൾ ഉൾക്കൊണ്ടുകൊണ്ട്
മുന്നേറേണ്ട സമയമാണ്. കാരണം കാരുണ്യത്തിൻ്റെ 10ൻ്റെ പകുതിയിലാണ് നമ്മളുള്ളത്. ഇനി 10 ദിവസത്തിനിടയിൽ കാരുണ്യം അല്ലാഹുവിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ, കാരുണ്യം എന്നത് സ്വപ്നത്തിൽ പോലും കണി കാണാൻ കഴിയാത്തൊരു നിധിയായി നമ്മളിൽ നിന്ന് അന്യമാക്കപ്പെടും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ നോമ്പുകാരനായിട്ട് ഇങ്ങനെ അറിയപ്പെടാം. അങ്ങനെ ഉണ്ടല്ലോ, മയ്യത്താലും ചിലപ്പം ഫ്രീസറിൽ വെച്ചാൽ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വെച്ചാൽ കൊല്ലങ്ങളോളം നിൽക്കും. ഇപ്പോൾ ഫിർഔൻ്റെ ജഡം മയ്യത്ത് മ്യൂസിയത്തിലുണ്ട്. ഫിർഔൻ്റെ ജഡം മ്യൂസിയത്തിലുണ്ട്. എത്ര കൊല്ലായി ഈജിപ്ത് മ്യൂസിയത്തിൽ. എന്നതുപോലെ നമ്മളെ നോമ്പൊക്കെ അങ്ങനെ ദുനിയാവിൽ ചില ഒരുപാട് ആയുസ് കിട്ടിയാലും ജനങ്ങളുടെ വായാകുന്ന മ്യൂസിയത്തിൽ ഈ മയ്യത്താവുന്ന നോമ്പുണ്ടാവും. നോമ്പുകാരൻ നോമ്പുകാരൻ നോമ്പുകാരൻ. പക്ഷെ അതിന് ജീവല്ല എന്ന് ബോധ്യപ്പെടൽ മരണസമയത്തും മരണാനന്തര അനുഭവങ്ങളിലുമാണ്. മയ്യത്താവുന്ന നോമ്പല്ല വേണ്ടത്. പട്ടിണി കൊണ്ട് മുത്തക്കയാവില്ല. പട്ടിണി കൊണ്ട് മുത്തക്കയാണെങ്കിൽ ഇവിടെ എത്രയോ ആളുകൾ മുത്തക്കങ്ങളാണ്. പട്ടിണി കിടക്കുന്ന എത്ര ആളുകളുണ്ട്. നിരാഹാര സമരം നടത്തുന്ന ആൾക്കാരൊക്കെ മുത്തക്കങ്ങളാവണ്ടേ. പന്തലിന് എണീറ്റ് വരുമ്പോഴേക്ക് വലിയ ഔലിയാക്കളാവണ്ടേ. ആഹാരം വർജിക്കുക എന്നുള്ളതുകൊണ്ട് ഒരിക്കലും തന്നെ മുത്തക്കയാവില്ല. കുത്തിബ അലൈക്കും എന്നാണ് പറഞ്ഞത്, നിങ്ങളുടെ മേൽ. അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൽ ശരീരത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ സകല പാർട്സുകളും വിടുന്ന. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പള്ളക്ക് സലാമത്തുണ്ടാകട്ടെ എന്നല്ലല്ലോ, മൊത്തത്തിൽ സലാമത്തുണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. എന്നോട് നിങ്ങളോട് ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം ആവർത്തിക്കുകയാണ്. കൊറോണയുടെ കാലത്ത് ഒരുപാട് സമയം മുങ്കൈ കഴുകിയ നമ്മൾ റമലാൻ 5 ദിവസമായിട്ട് കൽബ് കഴുകിയോ? അതൊരു ചോദ്യമാണ്. തമാശാക്കരുത്. നോമ്പ് കാലത്ത് വൈകുന്നേരം ആകുമ്പോൾ വേറെ ഒന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണെന്ന് തോന്നരുത്. നിങ്ങളോട് മാത്രം ചോദിക്കുകയാണെന്ന് മനസ്സിലാക്കരുത്. ഞാൻ എന്നോട് ചോദിക്കുന്നത് നിങ്ങളെയും അതിൽ പങ്കെടുപ്പിക്കാം. നമ്മൾ എത്ര പ്രാവശ്യം കൽബ് കഴുകി? കൽബ് കഴുകാനുള്ള വെള്ളം അത് കണ്ണും മുറ്റുന്ന വെള്ളമാണ്. പുഴയിൽ നിന്ന് വരുന്ന വെള്ളമോ കടലിൽ നിന്ന് വരുന്ന വെള്ളമോ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമൊന്നുമല്ല. വെള്ളം കൊണ്ടേ ശുദ്ധിയാവുള്ളൂ, പക്ഷെ അത് കണ്ണ് നിറ്റുന്നതാണ്. ഇതാണ് നരകത്തിലെ തീജ്വാലയൊക്കെ എടുത്താനുള്ള വെള്ളം, ഈ കണ്ണ് നിറ്റുന്ന വെള്ളമാണ്. നമ്മുടെ വീടൊക്കെ തീ പിടിക്കുകയാണെങ്കിൽ ഫയർഫോഴ്സിന് വിളിക്കാം അല്ലേ? പക്ഷെ നരകത്തേക്ക് ഒരു ഫയർഫോഴ്സ് ഉണ്ടായിട്ടും കാര്യമില്ല. ഞാൻ നരകത്തേക്ക് ഫയർഫോഴ്സ് വേണ്ട, ഒരു ഔൺസ് വെള്ളം വേണ്ട, ഒരു നഖത്തിൻ്റെ ഇടയിൽ കുടുങ്ങുന്ന വെള്ളം മതി, ഒരു രോമം നനഞ്ഞാൽ മതി. അതിന് ഭയങ്കര ശക്തിയാണ്. നാളെ ആഖിറത്തിലെത്തിയാൽ ഭയങ്കര ശക്തിയാണ്. നമ്മൾ വീണ് കിടക്കുന്ന കൂരിട്ട് നിന്ന് രക്ഷപ്പെടുത്താൻ ആ ഒരു കണ്ണീരിന് കഴിയും. നോമ്പ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന അതിനാണല്ലോ ഈ പട്ടിണിക്കിട്ടിട്ട് ഒരു ICU ആണ്. ഷവ്വാൽ 1 ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ സോക്കട് മാറണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അപ്പോൾ പഥ്യം സ്വീകരിക്കണം. ICU കിടന്നിട്ട് പഥ്യം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പുറത്തൊന്നും ആ സോക്കട് മാറില്ല, ഉറപ്പാണ്. പിന്നെ വെന്റിലേറ്ററിൽ കയറേണ്ടി വരും. ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ മരിച്ചു. എന്നതുപോലെ ഈ നോമ്പിന് നന്നായിട്ടില്ലെങ്കിൽ ഇനി ലൈലത്തുൽ ഖദ്ർ വരണുണ്ട്, വെന്റിലേറ്ററാണ്. അതിൽ കയറിയാൽ ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ അവിടുന്ന് മരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ അമൽ ആഘോഷിക്കുകയല്ല, പട്ടിണി. കാരണം ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉടനെ അള്ളാഹ് പറഞ്ഞത് ഫമൻ ഷഹീദ മിൻകും ശഹ്റ ഫല്യസ്മുഹുന്ന. ഇത് തമ്മിലുള്ള ബന്ധം ഒന്ന് ചിന്തിച്ച് നോക്കാണേ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ. റമളാനിൽ ഖുർആൻ ഇറക്കപ്പെട്ടു. ഖുർആൻ്റെ ആഘോഷം പട്ടിണി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഈ ആയത്തുമ്മിൽ കൂട്ടി വായിച്ചപ്പോൾ അർത്ഥം വെക്കല്ല, പലതും തഫക്കുർ വരുമ്പോൾ മനുഷ്യന് വല്ലാതെ ഉണർന്നു പോകും. ഞാൻ ഒരിക്കൽ മണിക്കൂറുകളോളം ചിന്തിച്ചു, എന്താണ് ഈ ആഘോഷം? ലോകത്ത് പട്ടിണി ആഘോഷം ആവാറില്ല. ഖുർആൻ ഇറങ്ങി എന്നുള്ളതല്ലോ വലിയ ആഘോഷം. കാരണം അതാണ് ലോകത്തെ ഏറ്റവും വലിയ നിഅമത്ത്, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. അതുകൊണ്ടാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു മഹാൻ എഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഒരു വലിയ മോചിതത്തേറ്റ് വന്ന മറ്റൊരു വലിയ മോചിതത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും വലിയ മോചിതത്താണ്. ഖുർആൻ വലിയ മോചിതത്താണ്. തങ്ങളെ മോചിതത്ത് ലക്ഷക്കണക്കിനുണ്ട്. അതിൽ സമുന്നതമായ മോചിതത്ത് ഖുർആൻ. അതിൻ്റെ മേലെ വേറൊരു മോചിതത്ത് ഇല്ല. അത് ഇറങ്ങിയത് റമളാനിൽ. എന്നിട്ട് അള്ളാഹ് പറയാ, അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കണം. ഇത് ആഘോഷമാണ് അല്ലേ? ആഘോഷം. ഷഹീദ മിൻകും മുഷറ. ഇവിടെ വളരെ പ്രധാനം ചിന്തിക്കാനുള്ളത്, മാസത്തിന് സാക്ഷിയായാൽ നോമ്പ് നോക്കണം നമ്മൾ അർത്ഥം വെക്കുക. സത്യത്തിൽ സാക്ഷിയാവേണ്ടത് മാസത്തിനല്ലല്ലോ, മാസത്തിൻ്റെ ഖാലിക്കിനല്ലേ. മാസത്തിന് മാത്രം സാക്ഷിയായിട്ട് പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ട്, മാസത്തിൻ്റെ ഖാലിക്കിന് സാക്ഷിയായിട്ട് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്. നമ്മൾ വേണ്ടത് മാസത്തെ റബ്ബാക്കരുത്. ഹിലാൽ അള്ളാൻ്റെതാണ്. ഹിലാലിൻ്റെ ഒരു ഖാലിക്കുണ്ട്. ആ ഖാലിക്കിന് സാക്ഷിയാക്കണം നമ്മുടെ വ്രതം. ഖാലിക്ക് ഉണ്ട് എന്നുള്ള ബോധത്തിലായിരിക്കണം നമ്മുടെ വ്രതം. ഖാലിക്ക് മാസം ഉണ്ട് എന്നുള്ള ബോധത്തിൽ വ്രതം നോറ്റിട്ടെന്താ? മാസം മാഞ്ഞു പോകൂലേ? മാസം അസ്തമിക്കൂലേ? മാസത്തിന് ഗ്രഹണം ബാധിക്കൂലേ? പക്ഷെ അള്ളാഹ്ക്ക് ഗ്രഹണം ബാധിക്കുമോ? അള്ളാഹിൻ്റെ നോട്ടത്തിന് കാർമേഘങ്ങൾ വരുമോ?
അള്ളാൻ്റെ കൂവത്ത് അസ്തമിക്കോ? ഇല്ല. അപ്പം മാസത്തിന് സാക്ഷിയാണെന്നുള്ളതിനെ ആയത്തിലുള്ളത്. പക്ഷെ ആരിഫീങ്ങൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട്, മാസത്തിന് സാക്ഷിയായിട്ടല്ല നോമ്പ് വെക്കേണ്ടത്, മാസത്തിൻ്റെ ഖാലിക്കിന് സാക്ഷിയായിട്ടാണ്. അപ്പോഴേ നോമ്പ് റൂഹുള്ളതാവുള്ളൂ. പക്ഷെ അതിൻ്റെ ഫിഖഹിയായ വശം നോമ്പ് വെക്കാൻ തുടങ്ങേണ്ടത് ഈ മാസം കാണുമ്പോഴാണ്. അത് ശരിയാണ്, അത് ഫിഖഹിൻ്റെ ഒരു ഹുക്കുമാണ്. ഫിഖ് കബൂലാക്കപ്പെടുന്നത് തസൗഫ് കൂടുമ്പോഴാണ്. ഉദാഹരണം, ഒരാളിപ്പം തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തുടങ്ങി സലാമോട് കൂടി നിസ്കാരം അവസാനിപ്പിച്ചാൽ ഇനി അവനോട് നിസ്കാരം അടക്കണമെന്ന് ലോകത്തൊരു ഫഖീഹും പറയില്ല. കാരണം ഫിഖഹിൻ്റെ ലോകത്തൊന്ന് നിസ്കരിച്ചു. പക്ഷെ കബൂലാണെങ്കിൽ ഇഖ്ലാസ് വേണം, അത് തസൗഫാണ്. തസൗഫും ഫിഖും കൂടുമ്പോഴേ കബൂലിയത്ത് ഉണ്ടാവുള്ളൂ. അതുപോലെ പട്ടിണിയും ഇഖ്ലാസും, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമു സ്വലാത്ത വയുതു സക്ക വദാലിക ദീനുൽ ഖയ്യിമ. അതാ ഖുർആൻ പറഞ്ഞത്. ആ ഇഖ്ലാസിനാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്. അത് ചോരാതെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നീലഗിരിക്ക് വരുമ്പോൾ എപ്പോഴും വലിയ സന്തോഷമാണ്. ഞാൻ നോമ്പിൻ്റെ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട്. പ്രകൃതി രമണീയമായ കുന്നുമാമലകളിലൂടെയുള്ള പോക്കും അവിടെയുള്ള കുരങ്ങളോടുള്ള സല്ലാപങ്ങളും അവരോടുള്ള ഭക്ഷണം കൊടുത്തിട്ടുള്ള വല്ലാത്ത അനുഭൂതിയും അവിടെയുള്ള റബ്ബർ തോട്ടങ്ങളിലൂടെയുള്ള മന്ദമാരുതൻ്റെ കുളിരേറ്റുകൊണ്ടുള്ള യാത്രയും നിങ്ങളൊക്കെ അകമഴിഞ്ഞ മനസ്സ് കയ്യിൽ തന്നിട്ടുള്ള സ്നേഹവും ഇൻഷാ അല്ലാഹ് ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഈ മാരിയൊക്കെ നീങ്ങി നമുക്കൊക്കെ ദഅവത്തിൽ സംഗമിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മാരി ലോക ജനതയിൽ നിന്ന് അള്ളാഹു തആല എടുത്തു മാറ്റട്ടെ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.